എന്താ വെച്ചാൽ 1.5 അടി ആവുന്ന സമയത്ത് കായപിടുത്തം തുടങ്ങും. അതായത് നമ്മൾ തൈ നട്ട് 1.5 അടി ഹൈറ്റ് ആകുമ്പോഴല്ലേ? ചാണകപ്പൊടിക്ക് ചെറിയ അഴുകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. കായ പിന്നെ സെൽ ലൈഫ് കുറവാണ്. അപ്പോൾ ഏറ്റവും നല്ലത് കോഴിവളമാണ് ചാണകപ്പൊടി അപേക്ഷിച്ചിട്ട്. ഞാൻ കോഴിവളമാണ് ചെയ്യാറുള്ളത്. പുതിയതായിട്ട് ഒരാൾ പപ്പായ കൃഷി തുടങ്ങുകയാണെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് ചേട്ടന് പറയാനുള്ളത്? മിനിമം 2 പ്രാവശ്യം, അത് അതിലും കൂടുതൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. 10 സെന്റ് സ്ഥലത്ത് 100 തൈ കറക്റ്റ് 100 തൈ വെച്ചിട്ടുണ്ട് 10 സെന്റിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് പപ്പായ കൃഷി 100% ലാഭത്തിൽ കൊണ്ടുപോകും അല്ലേ? പിന്നാലെ അവർ ഉണ്ടാവും ചെയ്യും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ കൃഷി വകുപ്പ് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഫ്രണ്ട്സ്, നമ്മളെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് പപ്പായ കൃഷി. പപ്പായ കൃഷി നമ്മൾ പണ്ട് കാലം മുതലേ കേൾക്കുന്നതാണ്. അതായത് പപ്പായ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്നൊരു കൃഷിയാണ്. പക്ഷേ ഇത് ഒരുപാട് പേര് ചെയ്തിട്ട് പലർക്കും അങ്ങനെ പ്രതീക്ഷിച്ച ലാഭമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഫെയിലറായ ഒരു കൃഷിയും കൂടിയാണ്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പപ്പായ കൃഷി നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ പപ്പായ കൃഷി എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു കൃഷി എന്നൊരു ചേട്ടനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിലേക്ക് വേണ്ടി ഞാനിപ്പോൾ ഇത് മലപ്പുറത്താണ്, മലപ്പുറം ചെറുകാവ്. അപ്പോൾ അവിടുത്തെ അസീസ് എന്ന ചേട്ടൻ്റെ ഫീൽഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അസീസ് ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അസീസ് ചേട്ടോ, യെസ്, ഇവിടെ ഉണ്ടോ? ഓ നമസ്കാരം. നമ്മൾ കണ്ടിട്ട് കുറേയല്ലേ? ചെറിയ വർക്ക് ഉണ്ടായിരുന്നു അതിലിങ്ങനെ. നമ്മളെ പപ്പായ കൃഷി എങ്ങനെ പോകണോ? കുഴപ്പമില്ലാതെ പോകുന്നു. ഏകദേശം 11 മാസമായി ഇത് നട്ടിട്ട്. 11 മാസമായി. ഓ, ഞാൻ അന്ന് വന്നപ്പോൾ കുറച്ച് ചെറിയ തൈയായിരുന്നു. അന്ന് നമ്മൾ കായ പിടിച്ചിട്ടുള്ളൂ. കായ പിടിച്ച് പിന്നെ ഹാർവെസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് തുടങ്ങി ഒരു 3 മാസം മുമ്പ് ഹാർവെസ്റ്റിംഗ് തുടങ്ങി. 3 മാസം മുമ്പ് ഹാർവെസ്റ്റിംഗ് തുടങ്ങി. അപ്പോൾ ആഴ്ചയിൽ ഹാർവെസ്റ്റ് ചെയ്യണ്ടോ? അപ്പോൾ ഇതിലിപ്പോൾ 100 പപ്പായാണ് ഈ സ്ഥലത്തുള്ളത്. 10 സെന്റ് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഒറ്റ ബാക്കി ചോദിച്ചു കഴിഞ്ഞാൽ പപ്പായ കൃഷി എങ്ങനെ ചേട്ടൻ എങ്ങനെ കുറച്ച് ലാഭമാണോ? അതോ? പപ്പായ കൃഷി ലാഭമാണ്, പക്ഷെ കുറച്ച് റിസ്ക് ഉണ്ട്. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. മറ്റു കൃഷികളെ അപേക്ഷിച്ചിട്ട് ലാഭമുള്ള ഒരു കൃഷിയാണ്. അതൊരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്ലാൻ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അല്ലേടാ, ഇതൊക്കെ കുറച്ച് ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ഗുണമുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ അസീസായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അത് ചേട്ടാ നമുക്കൊന്ന് പറഞ്ഞു തരൂല്ലേ? പറഞ്ഞു തരുന്നതാ. ഓക്കെ എന്നാൽ. അപ്പോൾ ചേട്ടാ, ഇതിപ്പോൾ നമ്മൾ പപ്പായ വെച്ചിട്ടിപ്പോൾ എത്ര മാസം വരും? ശരിക്കും കഴിഞ്ഞ ജൂൺ ലാസ്റ്റിൽ വെച്ചതാണ്. കഴിഞ്ഞ ജൂൺ വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ്. വർഷം ആയിട്ടില്ല. 10 മാസം 11 മാസം റേഞ്ചിലേക്കാണ് വന്നത്. 11 മാസം. 11 മാസം ആയപ്പോൾ നമുക്ക് ഇതിപ്പോൾ അതായത് പപ്പായ കാച്ചു തുടങ്ങി അല്ലേ? തുടങ്ങി ഒരു 3 മാസം മുമ്പ് ഹാർവെസ്റ്റിംഗ് തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ അതായത് ഹാർവെസ്റ്റിംഗ് തുടങ്ങിയില്ലേ? അപ്പോൾ ഇതിലൊക്കെ പിന്നെ എല്ലാ ആഴ്ചയും പറിക്കും. 2-4 ദിവസം മുമ്പ് പറിച്ചതാണ്. പഴുത്ത് വരുന്നുള്ളൂ. 2-3 ദിവസം കൊണ്ട് പറിക്കും. അതായത് കളർ മാറി തുടങ്ങുന്ന സമയത്ത് പറിക്കൂല്ലേ? അപ്പോൾ ചേട്ടാ, ഇത് നമുക്ക് ഒരു പപ്പായ എത്ര കിലോ ഉണ്ടാവും? ഇത് പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 kg മുതൽ 3 kg വരെ വരുന്നുണ്ട്. ചില പപ്പായ ഒരു 3 kg ഒക്കെ വരുന്നുണ്ട്, ചിലത് 1 kg. അത് പിന്നെ ഓരോ പ്ലാന്റിനും വ്യത്യസ്ത ഇതിലാണ് വരുന്നത്. ഓക്കെ. ഇത് വേറെ കാര്യം, നിങ്ങൾ ഏത് വെറൈറ്റി ആയിട്ടാണ് വെച്ചത് ഇവിടെ? ഇതിലിപ്പോൾ 2 വെറൈറ്റി ഉണ്ട്. റെഡ് ലേഡി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, റെഡ് റോയലി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. റെഡ് റോയലി എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റിയാണ്. നമ്മൾ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് വെച്ചത്. പിന്നെ അതിന് വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറച്ച് കൂടുതലുണ്ടെന്നും പറഞ്ഞു. റെഡ് റോയലിക്ക്. ചേട്ടാ, ഇവിടെ കൂടുതൽ ഏതാണ് വെച്ചിട്ടുള്ളത്? ഇതിൽ പിന്നെ ഒരു പകുതിയാണ് വെച്ചത്. അതായത് 50% പിന്നെ റെഡ് റോയലും വെച്ചിട്ടുണ്ട്, ബാക്കി പിന്നെ റെഡ് ലേഡിയും വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം 10 സെന്റാണ്. ഈ 10 സെന്റിൽ 100 പപ്പായാണ് ഉള്ളത് വെച്ചിട്ടുള്ളത്. പിന്നെ വേറെ സ്ഥലത്ത് കുറച്ചും കൂടി ഉണ്ട്, ഒരു 150 പപ്പായ വേറെ സ്ഥലത്തുണ്ട്. ഓക്കെ. അപ്പോൾ അസീസ് ചേട്ടാ, ഇത് ഇപ്പോൾ നമ്മൾ പറിച്ചു തുടങ്ങിയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് മാർക്കറ്റിംഗ് ഒക്കെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് പപ്പായൻ്റെ കേസിൽ മാർക്കറ്റിംഗ് പ്രോബ്ലം ഇല്ല. ഞാനൊരു 6-7 വർഷം മുമ്പ് തുടങ്ങിയ ഒരു കൃഷിയാണ് പപ്പായ. അതിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു കൃഷിയായിട്ട് തോന്നി. അതായത് ലാഭകരമായിട്ടൊരു കൃഷിയായിട്ടാണ് തോന്നിയത്. ഇതുവരെ മാർക്കറ്റിംഗ് പ്രശ്നം തോന്നിയിട്ടില്ല. എത്ര നമുക്ക് പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും അതിന് മാർക്കറ്റിൽ ആവശ്യക്കാരുണ്ട്. ചേട്ടാ, ഇപ്പോൾ മാർക്കറ്റിംഗ് പ്രശ്നം ഇല്ല എന്നാണ് ചേട്ടൻ പറയണത്, കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ, എന്നാൽ നമുക്ക് ഇതിനെന്തെങ്കിലും രോഗങ്ങൾ വരാറുണ്ടോ? നമ്മൾ പച്ചക്കറി കൃഷി ശ്രദ്ധിക്കേണ്ട ഒരു വിളയാണ് പപ്പായ കൃഷി. നന്നായിട്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് എല്ലാ ദിവസവും അല്ലെങ്കിൽ 1-2 ദിവസമെങ്കിലും ഇത് വന്ന് നമ്മൾ വാച്ച് ചെയ്യണം. ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മിക്ക അസുഖങ്ങൾ വന്നാൽ നമുക്കത് പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വൈറസ് അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്കത് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ് നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുക.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അല്ല ഓവറായിട്ട് ഭയങ്കര കെയറിംഗ് ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ ആ പ്ലാന്റ് നമ്മൾ കാണണം, അല്ലെങ്കിൽ നമ്മൾ നട്ടുപോയി അല്ലെങ്കിൽ പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ മാത്രം വരുന്ന ഒരു രീതി പറ്റില്ല. ഇടയ്ക്കൊന്ന് പ്ലാന്റ് നമ്മൾ വീക്ഷിച്ചിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതായത് നമ്മളെ കൂടെ ഇതിൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടുന്ന ഒരു കൃഷിയിൽ പെട്ടതാണ്. ഓക്കെ. അസീസേട്ടാ, ഓക്കെ. പിന്നെ നമ്മൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കൃഷി തുടങ്ങണമെങ്കിൽ നമ്മൾ മെയിനായിട്ടും ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ്? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഭൂമി നമ്മൾ നടേണ്ട പ്ലാന്റ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഇത് ചെയ്യാവൂ. നല്ല സൂര്യപ്രകാശം. അതുപോലെ തന്നെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല. അത് മഴക്കാലത്ത് നമുക്ക് 6 മാസം മഴയാണ്. ഈ 6 മാസം മഴയുള്ള കേരളത്തിലെ ക്ലൈമറ്റിൽ നമുക്ക് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഇതിന് ഉപയോഗിക്കരുത്, ഇത് തിരഞ്ഞെടുക്കരുത്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ബാക്കി പറഞ്ഞു. അത് പിന്നെ വേര് ചീച്ചിര മുതലായ പ്രശ്നങ്ങൾ കാരണമാവും. അപ്പം വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും പാടില്ല. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടും, അത് മാത്രമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ തൈ വാങ്ങണമെങ്കിൽ ഏത് വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെങ്കിൽ? ഇപ്പോൾ 7 വർഷമായിട്ട് ചെയ്യാണല്ലോ. എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ റെഡ് ലേഡിയാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ലത്. അത് ഒറിജിനൽ തൈ കിട്ടുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒറിജിനൽ തൈ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ റെഡ് ലേഡിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഇപ്പം ഇതിൽ തന്നെ റെഡ് റോയലി എന്ന് പറയുന്ന പുതിയ ഇനം ചെയ്തിട്ടുണ്ട്. അതും കുഴപ്പമില്ലാത്ത ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതും കുഴപ്പമില്ല, കുറച്ചും കൂടി കുറിയനാണ്. കുറിയനല്ലേ? അപ്പോൾ ഇത് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് റെഡ് ലേഡി അല്ലെങ്കിൽ റെഡ് റോയൽ ഇല്ലേ, ഇതാണ് ഏറ്റവും ബെറ്റർ തോന്നിയത്. അപ്പോൾ ചേട്ടാ നമ്മളിപ്പോൾ തൈ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ തൈ നടുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് ഇത് എന്താ പറയുക, തൈക്കൊരു കുഴിക്കൊരു സൈസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല പിന്നെ മണ്ണിളക്കുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും മണ്ണ് ഇളക്കിയിട്ട്, അതായത് 2 അടി പിന്നെ വീതി നീളം ആഴം ഈ രീതിയിൽ മണ്ണ് ഇളക്കിയിട്ടാണ് നടേണ്ടത്. മണ്ണ് ഇളക്കം കുറഞ്ഞ സ്ഥലമാണെങ്കിൽ അതിൽ പിന്നെ നന്നായിട്ട് വളം ആഡ് ചെയ്തിട്ട്, ഞാൻ കോഴിവളങ്ങളാണ് ഇതിൽ ചെയ്യാറുള്ളത് അടിവളമായിട്ട്. പിന്നെ ചാണകപ്പൊടിക്ക് ചെറിയ അയകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്, പിന്നെ സെൽ ലൈഫ് കുറവാണ്. അപ്പോൾ ഏറ്റവും നല്ലത് കോഴിവളമാണ് ചാണകപ്പൊടിയെ അപേക്ഷിച്ചിട്ട്. ഞാൻ കോഴിവളമാണ് ചെയ്യാറുള്ളത്. ഞാൻ ആദ്യം കുഴിയെടുത്ത് കുമ്മായം ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. കുഴിയെടുത്ത് കുമ്മായം ചെയ്തിട്ടാണ്, പിന്നെ കുമ്മായം ചെയ്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം ചെയ്തിട്ടാണ് ചെയ്യാം. മണ്ണ് നന്നായി മിക്സ് ആക്കി അതിന്റെ ചൂടൊക്കെ പോയതിനു ശേഷമാണ് തൈ നടാറുള്ളത്. അപ്പോൾ നമ്മൾ ചൂട് പിന്നെ ഭയങ്കര ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ചൂടൊന്ന് പോയതിനു ശേഷമാണ് നടാറുള്ളത്. പിന്നെ നടുമ്പോൾ ശ്രദ്ധിക്കണം, നടുമ്പോൾ നമ്മളിത് ചെരിച്ചാണ് വെക്കേണ്ടത്. നേരെ പിന്നെ കുത്തനെ വെർട്ടിക്കൽ വെക്കാൻ പാടില്ല. ചെറിയ ചെരിവിലാണ്, അപ്പോഴാണ് തൈ ഒരു പിന്നെ എന്താ പറയുക ഒരു ഹെൽത്തി ആവുള്ളൂ. അതുപോലെ വണ്ണം കടവണ്ണം ഉണ്ടാവാനും അങ്ങനെ ചെയ്യണം. ഓക്കെ. ഇവിടെ ഒരെണ്ണം കറക്റ്റായിട്ട് കാണാമല്ലേ ഇതൊക്കെ? ഇതെല്ലാ തൈയും ഇങ്ങനെ തന്നെയാണ് വെച്ചത്. എല്ലാ തൈ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ചേട്ടാ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചരിച്ച് വെക്കും, ഒരു ഭാഗത്തേക്ക് ചരിച്ച് വെക്കും. ചരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ മൂടിനല്ല വണ്ണം, അത് ബലം ഉണ്ടാവും, അടിഭാഗം നല്ല വണ്ണത്തിലേക്ക് വരും പെട്ടെന്ന്. എന്താ വെച്ചാൽ 1.5 അടി ആവുന്ന സമയത്ത് കായപിടുത്തം തുടങ്ങും. അതായത് നമ്മൾ തൈ നട്ട് 1.5 അടി ഹൈറ്റ് ആകുമ്പോഴല്ലേ ഏകദേശം ഒരു 4-5 മാസം കൊണ്ട് കായ്ക്കാൻ പിന്നെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യും, ഫ്ലവർ തുടങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 മാസം ഒന്നും വരണ്ട, അതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാന്റിന്റെ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഇതിനെ ശ്രദ്ധിക്കുന്നത് അതുപോലെയാണ്. അതായത് നന്നായിട്ട് വളം കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി വരും. ഓക്കെ. നമ്മൾ കെയറിങ്ങിനനുസരിച്ചാണ് ഇതിൻ്റെ. പക്ഷെ 1.5 അടി ആകുന്ന സമയത്ത് തന്നെ ഏകദേശം കായപിടുത്തം തുടങ്ങുമല്ലേ? ചേട്ടാ ഈ മൾച്ചിങ് ഷീറ്റ് ചേട്ടാ എങ്ങനെ ഇത് മൾച്ചിങ് ഷീറ്റ് ഇട്ട് തന്നെയാണോ ചെയ്തത്? ഇത് ഇപ്പോൾ ഇതാണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായം? ഷീറ്റാണ് നമുക്ക് കുറേ ലേബർ ചാർജ്, അതായത് പുല്ല് മുളക്കുന്നത്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെ വേസ്റ്റേജ് അതൊക്കെ കുറയ്ക്കാൻ പറ്റും. നമ്മളെ പിന്നെ മുടക്ക് മുതൽ മൾച്ചിങ് ഷീറ്റിന്റെ മുടക്ക് മുതൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാഭമുള്ളൊരു, നമ്മൾ ലേബർ ചാർജൊക്കെ വെച്ച് നോക്കുമ്പോൾ മൾച്ചിങ് ഷീറ്റ് ലാഭമാണ്. മൾച്ചിങ് ഷീറ്റ് ലാഭമാണ്. മൾച്ചിങ് ഷീറ്റ് എങ്ങനെയാണ് നമ്മൾ പപ്പായ കൃഷിയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകത? അത് നമ്മുടെ പച്ചക്കറിയിൽ സാധാരണ ചെയ്യുന്ന മൾച്ചിങ് ഷീറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ഇതിന് ഗുണങ്ങളുണ്ടല്ലോ, അതിനാണ് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. കളകളുടെ പ്രശ്നങ്ങൾ, വേസ്റ്റേജ്, അത് വളങ്ങൾ പുല്ല് കളകൾ പറിച്ച് വലിച്ചു പോയിട്ടുള്ള വേസ്റ്റേജ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടും. ഇപ്പം നമ്മൾ ആ പച്ചക്കറി കൃഷിയിലൊക്കെ മൾച്ചിങ് ഷീറ്റ് ഇരിക്കും പോലെയാണോ അതിൽ ചെയ്യുന്നത്? അതുപോലെ തന്നെ സെയിം ആണ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് അത് വിരിച്ചതിന് ശേഷമാണ് പ്ലാന്റ് ചെയ്യേണ്ടത്. അടിവളങ്ങൾ ആദ്യം ചേർത്തിട്ടില്ല, നമുക്ക് പിന്നെ വളം കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അതാണ് ഒരു 10 കിലോ വളങ്ങൾ ആദ്യം ജൈവവളത്തിൽ കൊടുക്കണമെന്ന് പറയുന്നത്. മൾച്ചിങ് ഷീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളം കൊടുത്തിട്ട് ഇത് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കാലത്തിനൊന്നും വളം ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്. അതായത് നമ്മൾ പിന്നെ നമ്മളിതിന് ജൈവവളം കൊടുക്കുന്നില്ല. ജൈവവളം കൊടുക്കാൻ കുറച്ച് പ്രയാസം. പിന്നെ സൈഡിലൊക്കെ കുഴിയെടുത്തിട്ട് അങ്ങനെ ഈ മൾച്ചിങ് ഷീറ്റിന്റെ ഒഴിവാക്കിയിട്ട് ഭാഗങ്ങളൊക്കെ കുഴിയെടുത്തിട്ടാവും പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ, ഉള്ളിൽ ചെയ്യാൻ പാടില്ലല്ലോ. ഷീറ്റിന്റെ സൈഡിൽ എവിടെയെങ്കിലും കുഴിയെടുത്ത് പിന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ല ഫസ്റ്റ് ഒരു 10 കിലോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പ്ലാന്റിന് ആവശ്യമുള്ള വളങ്ങൾ അതിലുണ്ടാവും. പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിൽ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ചേട്ടാ പിന്നെ നമ്മൾ മൾച്ചിങ് ഷീറ്റ് കഴിഞ്ഞു,
പിന്നെ നിങ്ങൾ നനയ്ക്കുന്ന എങ്ങനെ ഡ്രിപ്പ് വെച്ചിട്ട് മൾട്ടിഷീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രിപ്പ് നിർബന്ധമാണ്. അല്ലാതെ നമുക്ക് ജലസേചനം ഒരിക്കലും വെള്ളം മഴക്കാലത്ത് നനക്കേണ്ട ഒരു കേസ് വരുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഡ്രിപ്പ് ഏതായാലും നിർബന്ധമാണ്. പിന്നെ ഞാനിതിൽ പിന്നെ ഓട്ടോമേഷനാണ് ഇത് ചെയ്തത്. ഫെർട്ടിഗേഷൻ കൂടിയാണ്. വളം മിക്കവാറും കൊടുക്കുന്നത് പൈപ്പിലൂടെ ഡ്രിപ്പ് വഴിയാണ് കൊടുക്കുന്നത്. ഡ്രിപ്പ് വഴിയില്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് ലേബർ ചാർജ് ഇല്ലേ പണിക്കൂലിയൊക്കെ? നമുക്ക് വെള്ളം കലക്കി വെച്ചാൽ വളം കലക്കി വെച്ചാൽ പിന്നെ വെഞ്ചുരി വഴി വളം വന്നോളും. ഓക്കെ. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു രീതിയിൽ നമ്മൾ സമയവും ലേബറും കുറയ്ക്കാം. തൈ ഇപ്പോൾ നട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് സ്പ്രേകൾ അത് നിർബന്ധമാണ്. അതായത് ബോറോണ് പിന്നെ വർഷത്തിൽ 2 പ്രാവശ്യം മിനിമം കൊടുക്കണം. അതുപോലെ തന്നെ കാൽസിനൈട്രേറ്റിൻ്റെ, അതായത് നമ്മൾ ഇതിന് പിന്നെ ഒരു വൈറസ് മോഡലുള്ള ഒരു ലീഫിനൊരു പിന്നെ പുള്ളിക്കുത്ത് അസുഖങ്ങൾ കാണാം. ഇത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പം കാൽസിനൈട്രേറ്റ് വർഷത്തിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്യണം. അത് മസ്റ്റാണ്. ഏറ്റവും മിനിമം 2 പ്രാവശ്യം. അത് അതിലും കൂടുതൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ബോറോണ് പിന്നെ നമ്മൾ ബോറോൺ സ്പ്രേ കൊടുക്കല്ലേ? ബോറോൺ സ്പ്രേ കൊടുക്കും. മൈക്രോന്യൂട്രിയൻസ് ഇടയ്ക്ക് സ്പ്രേ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മൈക്രോന്യൂട്രിയൻസും കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളെന്താ വെച്ചാൽ 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്ത വളങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിന് അത്യാവശ്യം പിന്നെ നമ്മൾ വെയിലൂടെ കിട്ടുന്ന വളങ്ങൾക്ക് കുറവുണ്ട്. ഓക്കെ. ചേട്ടാ, അപ്പോൾ ഇതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ്. 2 മീറ്ററിലാണ് ഇത് ചെയ്തത്. അതായത് 2 തൈകൾ തമ്മിലുള്ള അകലം 2 മീറ്റർ കറക്റ്റായിട്ട് വേണം. വരിയും നിരയും തമ്മിലുള്ള അകലം 2 മീറ്ററാണ്. 10 സെൻറ്റ് സ്ഥലത്ത് 100 തൈ കറക്റ്റ് 100 തൈ വെച്ചിട്ടുണ്ട് 10 സെൻറ്റിൽ. അപ്പോൾ ചേട്ടാ, സാധാരണ എല്ലാവരും ഈ പപ്പായ കൃഷി നഷ്ടം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നഷ്ടം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്നത്? നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ 6-7 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇടവിള കൃഷിയും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ മൾട്ടിഷീറ്റ് ചെയ്ത ഉടനെ തന്നെ പപ്പായ പ്ലാന്റ് ചെയ്യുന്നതോട് കൂടി അതിൻ്റെ ഗ്യാപ്പിലെല്ലാം ഡിസ്കോമത്തം എന്ന് പറഞ്ഞൊരു വെറൈറ്റി മത്തം ചെയ്തിരുന്നല്ലേ? അതായത് ഈ 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇപ്പം പിന്നെ പപ്പായ പ്ലാന്റ് ചെയ്തത്. അതിന് പിന്നെ അതിന് മിഡിലായിട്ട് ഓരോ മീറ്റർ ഈ 2 പപ്പായയുടെ സെൻട്രലായിട്ട് ഈ വോൾസിൽ പിന്നെ ഞാൻ മത്തം ചെയ്തു. 100 മത്തനും ചെയ്തു. ആ ഡിസ്കോമത്തം എന്ന് പറയുന്ന വെറൈറ്റി നന്നായിട്ട് ഈൽഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ഞാൻ മുളകും ഒരു പിന്നെ മത്തം പറിക്കുന്ന സമയത്ത് തന്നെ മുളകും പ്ലാന്റ് ചെയ്തു. അതായത് മത്തൻ നമ്മൾ പറിച്ച് ഏകദേശം അല്ല കായ പറിക്കുന്ന ആ ടൈം ആകുമ്പോൾ പിന്നെ ഇതിലേക്ക് സ്പേസിങ് ആയി, സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്കായി. അതിൽ മുളകും ചെയ്തു. മൊത്തം ചെയ്തതിന് ശേഷം അതിൽ പിന്നെ തണ്ണിമത്തം ചെയ്തിരുന്നു കേട്ടോ. ആ തണ്ണിമത്തം കഴിഞ്ഞാലാണ് ഇപ്പം 3ാമത്തേതാണ് ഇപ്പം ഈ മുളക് ചെയ്തത്. മുളക് ചെയ്തത്. അതായത് തണ്ണിമത്തൻ്റെ വേസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. അതായത് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ളത് അത് പറയാൻ മറന്നു. ഇത് പോയതാ, കഴിഞ്ഞതാണ്. പിന്നെ റംസാൻ സീസണിൽ തണ്ണിമത്തം ചെയ്തിരുന്നു. ഓക്കെ. അപ്പം നമ്മൾ അത് പറിച്ചതിന് ശേഷമാണ് ഇപ്പം മുളക് രണ്ടാമത് ഇപ്പോൾ പ്ലാന്റ് ചെയ്തതാണ്. ഈ ആഴ്ച പ്ലാന്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ വെയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് ഓക്കെ ആവും. അപ്പോൾ എടാ, ചുരുക്കി പറഞ്ഞ നമ്മളിതിൽ 1 ഇഞ്ച് സ്ഥലം പോലും അനാവശ്യമായിട്ട് കളയുന്നു. നമ്മൾ മണ്ണിൽ 1 ഇഞ്ച് സ്ഥലം അനാവശ്യം ആക്കരുതല്ലോ. നമ്മളിതിൽ വളം കൊടുക്കുന്ന എല്ലാ സാധനം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്പേസിങ്ങുള്ള സ്ഥലത്ത് നമുക്ക് ഓരോന്ന് നട്ടാൽ അതിൽ നിന്നുള്ള ഇതും കൂടി നമുക്ക് കിട്ടില്ലേ? അതെ, അത് കളയുന്നില്ല. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, ഒന്നും കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഗുണം ഉണ്ടാവും അല്ലേ? അല്ലാതെ വെറുതെ നമ്മളിപ്പോൾ ഇതിൽ ഇത്ര സ്ഥലം 10 സെൻറ്റ് സ്ഥലം പപ്പായക്ക് മാത്രം കടത്താൻ ആ പപ്പായ മാത്രമേ കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മൾ 2-3 ക്രോപ്പ് അതിൽ ചെയ്യുകയാണെങ്കിൽ പപ്പായം കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് മുളകാണെങ്കിലും പിന്നെ മത്തനാണെങ്കിലും എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. അതെ. പുതിയതായിട്ട് ഒരാൾ പപ്പായ കൃഷി തുടങ്ങുകയാണെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് ചേട്ടന് പറയാനുള്ളത്? പപ്പായ കൃഷി നമുക്ക് നല്ല ഭൂമി, നല്ല സ്ഥലം, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള, അതുപോലെ സൂര്യപ്രകാശം, ജലസേചന സൗകര്യമൊക്കെ, വെള്ളം കെട്ടി നിൽക്കാത്ത ഭൂമി ഉണ്ടെങ്കിൽ പപ്പായ കൃഷി ധൈര്യമായിട്ട് തുടങ്ങാം. പിന്നെ വളങ്ങൾ നന്നായിട്ട് വേണ്ട ഒരു പ്ലാന്റാണ്. അതായത് NPK വളങ്ങൾ വർഷത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം മിനിമം കൊടുക്കണം. ഞാൻ 3 മാസം കൂടുമ്പോൾ പിന്നെ ഫർട്ടിഗേഷനിൽ കൊടുക്കാത്ത സമയത്ത് 3 മാസത്തെ ഇന്റർവെല്ലൊക്കെ വളം കൊടുക്കും. ഇപ്പോൾ ഇവിടെയാണ് എനിക്ക് ഫർട്ടിഗേഷനിൽ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഓപ്പൺ ഏരിയ ചെയ്തിട്ടുണ്ട്. അവിടെ 3 മാസം കൂടുമ്പോൾ പിന്നെ NPK വളങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പുതിയൊരു കർഷകനെ തീർച്ചയായിട്ടും നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. പപ്പായക്ക് മിക്ക ടൈമിലും SHMന്റെ സ്കീമിൽ സബ്സിഡീസ് ഉണ്ട്. അത് നമുക്ക് വലിയൊരു പിന്നെ ഒരു ആശ്വാസമാണ്. അതുപോലെ ഇതിന്റെ തുടക്കക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പപ്പായ കൃഷിയിൽ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അവരായിട്ടുള്ളൊരു കോൺടാക്ട് ഉണ്ടെങ്കിൽ അവർ അതിന്റെ ഡെഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും. അതിനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും ചെയ്യും. അതായത് വളം കൊടുക്കേണ്ടത് അതുപോലെ അല്ല, ഞാൻ പറഞ്ഞ കുറേ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുതിയൊരു ആളുകൾക്ക് ഇത് പെട്ടെന്ന് അസുഖങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഇവരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ, അതായത് കൃഷി ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഉദ്യോഗസ്ഥന്മാരായിട്ട്
പിന്നെ നമുക്കൊരു പിന്നെ എന്താ പറയുക ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ചേട്ടാ എങ്ങനെ കോൺടാക്ട് ചെയ്യാറുണ്ടോ? ഞാൻ അഗ്രികൾച്ചർ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ചെയ്തതെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റ് സ്കീമിലാണ് ചെയ്തത്. സ്കീമിലും അതും ഓക്കെ. പിന്നെ അതിന്റെ പിന്നെ അവരെ പിന്നെ എന്താ പറയാ അതിന്റെ പിന്നാലെ അവർ ഉണ്ടാവും ചെയ്യും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ കൃഷി വകുപ്പ് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എനിക്ക് മിന്നാന്ന് വരെ ഇവിടെ ADA വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ കൊണ്ടോട്ടി ADA മിന്നാന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ ഓഫീസർ സ്റ്റാഫ് ഒക്കെ എല്ലാം ഇവിടെ മിക്കവാറും ഒരു മാസത്തിലൊരിക്കലെങ്കിലും തോട്ടത്തിൽ വരാറുണ്ട്. നിങ്ങളെ സ്ഥലം കാണുന്നുണ്ട് അല്ലേ? അല്ല അവർക്ക് നിർദ്ദേശം സ്ഥലം കാണല്ലോ. ഈ ക്രോപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് അറിയേണ്ടത്. അതാ പിന്നെ അവര് പറഞ്ഞാൽ ഇത് ശരിക്കും പഠിച്ചു വന്നല്ലേ നമ്മള്. അപ്പൊ അവര് ശരിക്കും അവര് നല്ല ഹെൽപ്ഫുൾ ആണ്. ഈ സാധാരണഗതിയിൽ എന്ത് കൃഷി ആയിരുന്നാലും മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച്? മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഹോൾസെയിലായിട്ടാണ് കൊടുക്കാറുള്ളത്, റേറ്റിൽ കൊടുക്കാറില്ല. ഹോൾസെയിൽ ആകുമ്പോൾ ഒരു kg ഒരു 5 രൂപേൻ്റെ കുറവുണ്ടാവും. പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഒരുപാട് ഈസിയാണ്. എന്താ വെച്ചാൽ അവർ വന്ന് കൊണ്ടുപോകും. പിന്നെ നമുക്ക് കുറേ തെരുവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മൊത്തം അവരെടുത്ത് പോകും. ആ വെയിറ്റ് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഒരുപാട് ടൈം ലാഭിക്കുക. അതായത് സമയം ലാഭം ഉണ്ടല്ലേ? നമ്മൾ റീറ്റെയിലാണ് കൊടുക്കുകയാണെങ്കിൽ പല ആളുകൾക്കും കൊടുക്കണം, അല്ലെ പല പീടികൾക്കും 10 കിലോ 5 കിലോ വെച്ച് കൊടുക്കണം. നേരെ മറിച്ച് ഹോൾസെയിൽ ആകുമ്പോൾ ഒറ്റ കടയിൽ നമ്മൾ കാര്യം കഴിഞ്ഞു. നിങ്ങളെ കൃഷിയെ കുറിച്ച് ഇപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്ഫുൾ അല്ലേ? എന്നെ വിളിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും പറയാം. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒട്ടുമിക്ക കൃഷികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടുമിക്ക കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഉണ്ട്? യെസ് ഉണ്ട്. മോളും മോനമ്മോടാണ് ചെയ്യുന്നത്. അപ്പോൾ ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആയിക്കോട്ടെ. ആളോടെ ഉണ്ടോ? ഇവളതാണ് ചാനൽ. ഇവിടെ 5ാം ക്ലാസ് പഠിക്കുകയാണ്. ഞാൻ ഇവിടെ എത്തുന്ന വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാനലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അല്ല ഇവരെന്നെ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ മോളെ, ഹായ്. അപ്പം നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റുകളും അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ചാനലിലൂടെ എല്ലാവരും അറിയട്ടെ. ചേട്ടൻ്റെ എല്ലാ കൃഷിയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങളുടെ പുള്ളിയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നല്ല ഗുണമുണ്ടാകും. അപ്പോൾ ഞാൻ എന്തായാലും ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഫസ്റ്റിൽ കമൻറ്റായിട്ട് ഞാൻ ചേർക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ പരുവായ ലീഫുകൾ, അതായത് പഴുത്ത് വരുന്ന ലീഫുകൾ, എനിക്കൊരു പിന്നെ ഒരു ഗൗരൻ്റെ ഒരു അതായത് ഫിഷിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. ഫിഷ് ടാങ്ക് പടുത്ത് വെച്ചിട്ട് ഫിഷ് ടാങ്ക് മീൻ ചെയ്യുന്നുണ്ട്. ഗൗര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഗൗര. ഈ സാധനം അത് വെജിറ്റബിൾ ആണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന് കൊടുക്കാറുണ്ട്. മീനിന് തീറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് പപ്പായ കൃഷി 100% ലാഭത്തിൽ കൊണ്ടു അല്ലേ? അപ്പോൾ എന്തായാലും അസീസ് ചേട്ടാ താങ്ക്സ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.